ഹലോ, അസ്സലാമലൈക്കും. ഇപ്പൊ നമ്മൾ കാണാൻ പോണതേ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടാ. ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞതാണ് ഇപ്പൊ കാണുന്നത്. നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ. പിന്നെ ഇതൊക്കെ ചെറുതാക്കി നുറുക്കി എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം കേട്ടാ. പിന്നെ നിങ്ങൾക്കറിയാലോ, നുറുക്കണ കാര്യത്തിൽ ഉമ്മ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഉമ്മ അവിടെ ഇരുന്ന് നല്ല ഭംഗിയിൽ എല്ലാതും നുറുക്കൂട്ടാ. അങ്ങനെ വെളുത്തുള്ളി നുറുക്കി ഇനി വെളുത്തുള്ളി ഒരു ബ്രൗൺ നിറാവുമ്പത്തിനും അടുക്കണം കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു ഇഞ്ചിക്കറി. അതാ കണ്ട ബ്രൗൺ നിറാവുമ്പത്തിനും അടുത്ത ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇതുപോലെ ബ്രൗൺ നിറാവുമ്പത്തിനും അടുത്ത ഇട്ട് കൊടുക്കണം. അങ്ങനെ നന്നായി വഴറ്റി കൊടുക്കണം കേട്ടാ. അപ്പൊ ഞാനിതിങ്ങനെ ഇട്ടുമ്പോ ഞാൻ അങ്ങനെ പറയും, ഉമ്മ ഇടല്ലേ ഞാൻ വീഡിയോ എടുക്കട്ടെ അപ്പൊ അനുസരിച്ച് ചെയ്യണ കേട്ടാ. അങ്ങനെ അടുത്ത് ഇഞ്ചി ബ്രൗൺ നിറായി വരുമ്പത്തിനും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടാ. നല്ല ബ്രൗൺ ആവാൻ നിൽക്കരുത്. അപ്പൊ എല്ലാതും കൂടി വഴറ്റി വരുമ്പോഴത്തേനും ചിലപ്പോൾ മറ്റേത് കരിഞ്ഞു പോകും. ഒന്നടക്ക് ബ്രൗൺ ഇതായിട്ട് വരുമ്പോഴത്തേനും അടുത്തിട്ടു. അപ്പൊ എല്ലാതും ഒരേ ഭാഗമാവുള്ളൂ കേട്ടാ, കളറായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇനി പച്ചമുളക് നന്നായി മൂത്ത് വരുമ്പോ എന്ത് വേണം, നമ്മളെ ഇതിട്ടുക സവാള ഒരു ചെറിയ സവാളാണ്, അതിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കട്ടാ. ഇനി നന്നായി ഉണ്ട് വഴറ്റി സെറ്റ് ആക്കി. ഞാൻ എന്താന്ന് വെച്ചാല് ഇത് നന്നായി വഴന്ന് വരുമ്പോ ഇനി പൊടികളാണ് ഇടണ്ടേ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഈ പൊടികളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടേട്ടാ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ, സോറി, ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ നന്നായി വഴറ്റി കൊടുക്കുക കേട്ടാ. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിമേലൊക്കെ നന്നായി ഉപ്പ് പിടിക്കട്ടെ. എന്നിട്ട് ഉപ്പ് പിടിച്ചതിന് ശേഷം എന്താ നമ്മളവിടെ ഇടയ്ക്കൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കൂട്ടമ്മ. എന്താ വെച്ചാൽ ചോറിലേക്ക് കുട്ടികൾക്കൊക്കെ ഈ അച്ചാർ കഴിക്കണതിനേക്കാളും ഏറ്റവും നല്ലതാണല്ലോ ഇഞ്ചിക്കറി കഴിക്കുന്നത്. ഈ സുറുക്കൊന്നും അധികം യൂസ് ചെയ്യാൻ നല്ലതല്ലല്ലോ. ഉമ്മ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കുറേശ്ശെ കേട്ടാ, നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് തീ കൂടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടാ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിയിട്ടിരുന്നല്ലോ, ആ പുളിവെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ. എന്നിട്ട് നന്നായി കുറച്ചും കൂടി പുളി പിഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ഇഞ്ചിക്കറി. എല്ലാവരും പറഞ്ഞു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ ഈ ഇഞ്ചിക്കറി എന്ന് പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ എന്ത് ചെയ്ത് കുറച്ചും കൂടി പുളിവെള്ളം ഉമ്മ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഉമ്മാന്റെ പണ്ടത്തെ ഓരോ കറികളും ഒക്കെ വെക്കുന്ന വീഡിയോ ഞാൻ ഇടണ്ട് കേട്ടാ. അങ്ങനെ അത് നന്നായി വറ്റി വരുമ്പോ എന്ത് ചെയ്യാ, നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ചെറുതാക്കി വെക്കുക. അതിൽ കിടന്നിട്ട് ശർക്കരയും വറ്റണം, ഈ ഇഞ്ചിക്കറിയും കുറച്ച് വറ്റണം കേട്ടാ. നന്നായി കുറച്ച് വെച്ചിട്ട് എന്നിട്ട് ശർക്കര വറ്റണ വരെ നമ്മള് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. ശർക്കര വറ്റണ വരെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ. പിന്നെ എന്താന്ന് വെച്ചാല് ശർക്കര അലിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ. പിന്നെ എന്താന്ന് വെച്ചാല് ശർക്കര അലിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഇഞ്ചിക്കറിയുടെ ഒരു കളർ തന്നെ മാറും കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട ശർക്കരയൊക്കെ വറ്റി ഇഞ്ചിക്കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇതുപോലത്തെ വീഡിയോയുമായി ഇനിയും കാണാം. ബായ്.